2-3 വട്ടം കഴുകിയ ബീഫ് കഴുകി നമ്മൾ കുക്കറിലേക്ക് ഇട്ടു. അതിൽ കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾ, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് പെപ്പർ പൗഡർ ഇതിട്ടു. ഇനി അതിൽ ഇഞ്ചി, പച്ചമുളക്, ഓണിയൻ, ബിഗ് ഓണിയൻ അതിലിട്ടു. അത് നന്നായിട്ട് തിരുമ്പി യോജിപ്പിക്കുക. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് ബീഫിൽ എല്ലാതും പിടിക്കുള്ളൂ. അപ്പോൾ കുറച്ച് നേരം അതിൽ വെക്കണം. അപ്പോൾ എനിക്കതിലിട്ടപ്പോൾ കുറച്ച് മുളക് കുറവാന്ന് തോന്നി, മുളക് പൊടി. അപ്പോൾ ഞാനൊരു ലേശം കൂടി അതിൽ ചേർക്കുന്നുണ്ട്. ഒരു സ്വല്പം മുളക് ഉണ്ടായാലാണ് ടേസ്റ്റ് വന്നാലാണ്, സ്പൈസി ആയാൽ ഒരു തരി സ്പൈസി ആയാലാണ് അത് തിന്നാൻ രസം ഉണ്ടാവുള്ളൂ. അതിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് നമ്മൾ വേവിക്കാൻ വയ്ക്കും. വീണ്ടും കുറച്ച് നല്ല കറിക്ക് ബീഫിന് നല്ല സ്മെല്ല് കിട്ടും. നല്ല ഒരു സ്മെല്ലുണ്ടാകാൻ വേണ്ടി നമ്മൾ അതിൽ കറി ലീഫും കൂടി ഇടും. ഇപ്പോൾ എല്ലാ മസാലകളുടെയും ഇഞ്ചിയുടെയും ഒക്കെ നല്ല മണമുണ്ട് കേട്ടോ. ഇനി ഇതിനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേവിക്കാൻ വയ്ക്കും. അത് കഴിഞ്ഞിട്ടാണ് ബോയിൽ ചെയ്യുന്നത്. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു. അതിൽ കുറച്ച് ഓണിയൻ, ബിഗ് ഓണിയനും, ഓണിയൻ, ഇഞ്ചി, വെളുത്തുള്ളി, ഓണിയൻ ഒന്ന് ഇതായതിനു ശേഷം അത് ഇടാം. ചെറിയ ഉള്ളിയും എപ്പോഴും കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നമ്മൾ ഉപയോഗിക്കണം. അപ്പം കുറച്ച് നമ്മളൊരു ഇതിന് വേണ്ടിയിട്ട് ഇതിൽ ഇഞ്ചി ചതച്ചതും ഓണിയനും ഇതുമായപ്പോൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും രണ്ടും കൂടി ഇട്ട് അതാദ്യം ഞാൻ മൊരിച്ചെടുത്തു. ഇനി അവസാനം എല്ലാം കൂടി മിക്സ് ചെയ്യാണ്. ഇതിലേക്കാണ് ഇനി നമ്മൾ മുളകും ഇതും ഒക്കെ ഇടാൻ പാടില്ല. ഈ മസാല ഈ പൊരിഞ്ഞ ഇപ്പൊ തന്നെ നല്ല മണമുണ്ട്. ഇത് മുരിഞ്ഞതിൻ്റെ ചേർക്കാം. കുറച്ച് ചുവന്നമുളക് ഇട്ടു, കുറച്ച് കാശ്മീരി ഇട്ടു, കുറച്ച് ഞാനിതിലേക്ക് ഇത്തിരി നമ്മുടെ പച്ചമുളക് ഒരു ലേശമുണ്ട്, ഒരു ഭംഗിക്ക്. നമ്മളതിനെ നന്നായി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതാക്കണം, അല്ലെങ്കിൽ ഈ മുളകും ഇതെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ ഓഫ് ചെയ്തു. ഇനി ഞാൻ ക്രഷ് ചെയ്ത് പൊടിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് മസാലപ്പൊടി. ആ മസാലപ്പൊടി ഞാനിതിൽ ചേർക്കണേക്കാം. ഭംഗിക്ക് 2 എണ്ണത്തിൻ്റെ കൂടെ ചതച്ച് ചേർക്കുന്നുണ്ട്. തൽക്കാലം ഇതാണ് ചെയ്യുന്നത്.
കൂടെ 2 എണ്ണം ചതച്ച് ചേർക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ മസാല ഇനി കുക്കറിൽ ആവി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെടുത്ത് അത് തുറന്ന് ഇത് അതിൽ മിക്സ് ചെയ്യും. അത്രയ്ക്കും കൂടി ഉള്ളൂ പണി. ബേ ലീഫും മസാലക്കൂട്ടും എല്ലാം ചേർന്നിട്ടുള്ളത് ഇത് റെഡിയാക്കിയിട്ട് ഞങ്ങൾ ബീഫിലേക്ക് ചേർക്കും. ഇനി ബീഫിലേക്ക് ഇട്ട് ബീഫിൽ കിടന്ന് അതൊന്ന് സെറ്റായാൽ നമ്മുടെ കറി റെഡി. ബീഫ് കറി റെഡി.